എവിടെ പോ എവിടെ പോ രാജേണ്ണ മോളല്ലേ? അല്ല. ഇയാളെ കണ്ട നല്ല പരിചയം. എവിടെയാന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഇയാൾ എവിടെ പോവാ? അതെന്തിനാ താനെ അറിയണേ? അറിയണ്ട, ഞാനും അങ്ങോട്ടേക്കാ. അതിന് അല്ല, അതിനൊന്നുമില്ല. നല്ല കമ്മല് എവിടെ താമസിച്ചതാ? ഇയാൾ അങ്ങോട്ടേക്കാ? ഞാൻ ഇങ്ങോട്ടേക്കാ. പിന്നെ ഇന്നലെ ഇവിടെ വന്നിരുന്നോ? ഇല്ല. ഇന്നലെ ഇയാൾ തനിക്ക് എന്താ വേണ്ടേ? കുറെ നേരം ഇയാളെ ശല്യം ചെയ്യണു. എന്റെ വീടിനടുത്തുള്ള കൊച്ചാ. ഞാൻ ഇയാൾ ആദ്യമായിട്ടാ കാണുന്നത്. ഇങ്ങോട്ട് നോക്കണോ? ഇടോ എന്റെ വീടിനടുത്തുള്ള കൊച്ചാന്ന്. തന്നെ അറിയില്ലെന്നാണല്ലോ കൊച്ചു പറഞ്ഞ. കൊച്ചിനെ അറിയില്ലെന്ന് ഉറപ്പല്ലേ? ആ, എനിക്കറിയില്ല ഇയാളെ. അല്ല, ഇതൊക്കെ നിങ്ങൾ താനാരാ? മാറിക്കോ ചേട്ടാ. ചേട്ടാ ഇതൊന്നും കാണുന്നില്ല. ഒരു പെണ്ണിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. തനിക്ക് വേറെ ജോലിയുള്ളൂ. താൻ തന്റെ പണി നോക്കി താൻ തന്റെ പണി നോക്കോ. കളിക്കല്ലേ തടയടി. ന്യൂ ഇയർ ചാനലിന്റെ ചുമ്മാതൊക്കെ പ്രോഗ്രാം ഞങ്ങൾക്ക് അതിന്റെ ആക്ടേഴ്സ് അത് ക്യാമറ കണ്ടില്ലേ? ചേട്ടൻ ആകെ അന്തം വിട്ടിരിക്കുക. ചേട്ടൻ പ്രോഗ്രാമാ, TV പ്രോഗ്രാം. ചേട്ടൻ സമാധാനിക്കും. ചേട്ടൻ വിഷമിക്കണ്ട, ചേട്ടന്റെ സമ്മാനം. അതെ, എന്തൊക്കെ പറഞ്ഞാലും ചേട്ടന്റെ പെർഫോമൻസ് ഉഗ്രനായിരുന്നു. അപ്പൊ നമ്മുടെ ചാനലിന്റെ വക ചേട്ടനെ ഒരു മിക്സർ ഗ്രൈൻഡർ, ജ്വല്ലറി നൽകുന്ന ഒരു ഗിഫ്റ്റ്, പിന്നെ 10 കിലോ അരി, ഫെയർനെസ് ഫേസ് പാക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റ്, പിന്നെ ഒരു ചോക്ലേറ്റ്. സന്തോഷമായി ചേട്ടാ. പ്രോഗ്രാം കാണാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. ബൈ. മമ്മി നോക്ക്, ആ ചേട്ടനെയല്ലേ TV പ്രോഗ്രാമിൽ പറ്റിച്ചത്?
ടി വിയിലെ പരിപാടി വളരെ നന്നായിരുന്നു. ഹസനും മക്കൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ പെർഫോമൻസ് അത് നന്നായിട്ടുണ്ട്. മുഖത്തെ ആ ചമ്മലൊക്കെ ശരിക്കും വന്നു. താങ്ക് യു. ശരി. കുറച്ച് ചമ്മണ്ടി വന്നാലും കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടുമല്ലോ അല്ലേ? ശരിക്കും പ്രീ പ്ലാൻഡ് ആയിട്ടാണോ ഈ പരിപാടി പ്ലാൻ ചെയ്യുന്നത്? ഏത്? അല്ല, ചാനലുകാര് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടാണോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്? അല്ല ചേട്ടാ, ചിലരൊക്കെ ചാനലിൻ്റെ ആൾക്കാരായിരിക്കും. നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ആരൊക്കെയാണ് ചാനലിലെ ആൾക്കാരെന്ന്. അന്ന് നടന്ന പരിപാടിയിൽ ആ പെണ്ണ്, പയ്യൻ, പിന്നെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആ 2 ആൾക്കാർ, അവരൊക്കെ ചാനലിലെ ആൾക്കാരായിരുന്നു. ആ ചെക്കൻ പെണ്ണിനെ പബ്ലിക്കായിട്ട് ശല്യപ്പെടുത്തുക, എന്താ ഇവിടെ, താൻ എവിടേക്കാ പോണേ, അങ്ങനെയൊക്കെ ചോദിക്കുക. നമുക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ. നമ്മളങ്ങ് കയറി ഇടപെട്ട് അങ്ങനെ അത് ഉന്തും തള്ളുമായി, പ്രശ്നമായി. തല്ലാൻ പോകുന്ന സമയത്ത് ആ പെൺകുട്ടി എൻ്റെ കൈ പിടിച്ചിട്ട് പറയാ, അയ്യോ ചേട്ടാ തല്ലല്ലേ, ഇത് ചാനലിലെ പരിപാടിയാണ്. ഒരു ഹരിച്ചാക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇത് നമുക്ക് ഗിഫ്റ്റ് തരാണെന്ന്. അങ്ങനെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ ചേട്ടാ? ആ പയ്യൻ കുറച്ച് നേരം പെൺകുട്ടീനെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് അയാൾ എവിടുന്നാ വന്നതെന്ന് ശ്രദ്ധിച്ചോ? ഇല്ല. അവിടെ മാറി ഒരു കാറ് കിടക്കുന്ന കണ്ടോ? അതാ, അതിൽ നിന്നാണ്. അവരുടെ ക്യാമറയും ക്രൂ ഒക്കെ ആ വണ്ടിയിലായിരിക്കും ഉണ്ടാവുക. താൻ തൊട്ട് ഈ പറയണേ ഇത് TV പ്രോഗ്രാമിൻ്റെ ഷൂട്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. ആണോ? അതിന് യാതൊരു ചാൻസും ഇല്ല. ഇതേതോ പയ്യനാ പെണ്ണിനെ ശല്യം ചെയ്യണം. ഞാനും മുമ്പ് വിചാരിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ്. തനിക്ക് ഉറപ്പുണ്ട് അത് TV പ്രോഗ്രാമാണെന്ന്? എനിക്ക് ഉറപ്പൊന്നുമില്ല, ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. എത്ര ചെറിയ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നു? അപ്പോഴും സാധ്യത ഉണ്ടല്ലോ. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഒന്ന് ഇടപെട്ട് നോക്കും, അപ്പൊ വിവരം അറിയാലോ. അല്ല, ഒരു പോലീസുകാരനോട് നിൽക്കുമ്പോൾ നിയമം കയ്യിലെടുക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. ഒരു മിനിറ്റ്, നന്നായിണ്ട്. എന്തമ്മേ? ടിവിയിലത്തെ പ്രോഗ്രാം ആണോ? ആ, എൻ്റെ പോലെ ചിന്തിക്കുന്ന വേറൊരാളും കൂടി ഉണ്ടല്ലോ ഇവിടെ. അല്ല, നിങ്ങളോടൊരു കാര്യം. ഇത്തവണത്തെ സമ്മാനം ആ ചെറുപ്പക്കാരൻ എന്നെ കൊടുക്കേണ്ടി വരും.
ഇപ്പോൾ കിട്ടിയ വാർത്ത. നഗരമധ്യത്തിൽ പട്ടാപ്പകൽ യുവതിയെ തട്ടിക്കൊണ്ടുപോയി. തൃശൂർ നഗരത്തിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ദാരുണമായ ഈ സംഭവം നടന്നത്. തിരക്കേറിയ ബസ് സ്റ്റാൻഡിൽ പോലീസുകാരൻ ഉൾപ്പെടെയുള്ളവർ നോക്കി നിൽക്കെയാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരു പെൺകുട്ടിയെ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോയത്. കേരളം മറ്റൊരു ഡൽഹിയായി മാറുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്. ചർച്ചയിൽ പങ്കെടുക്കാൻ തൃശൂർ ജില്ലാ പോലീസ് സൂപ്രണ്ട് അടക്കമുള്ള പ്രമുഖർ എത്തിയിട്ടുണ്ട്. ആദ്യ ചോദ്യം ക്രമസമാധാന പാലകനോടാണ്. സർ, കേരള അക്രമ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതപ്പെട്ടിരിക്കുകയാണ്. ഒരു പോലീസുകാരൻ ഉൾപ്പെടെയുള്ളവർ നോക്കി നിൽക്കെയാണ് കൊട്ടേഷൻ സംഘത്തിൽ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. എന്താണ് സാർ ഇത് സൂചിപ്പിക്കുന്നത്? കേരള സമൂഹ മനസാക്ഷിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെന്താ നേരത്തെ ചോദിക്കാൻ വന്നേ? അല്ല, നിങ്ങൾക്ക് എന്താ തോന്നിയത് ആ സമയത്ത്? ഏത് സമയത്ത്? അല്ല, ചാനലുകാരാണ് പറ്റിക്കലാണെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോ? അവരെന്നോട് ചോദിച്ചില്ല ഈ ചോദ്യം. എന്നാലും എനിക്കെന്താ തോന്നിയത്? ഒരു കല്ലെടുത്ത് തലക്കെറിഞ്ഞിട്ട്, അയ്യോ ചേട്ടാ സോറി, ഞാൻ മനഃപൂർവ്വം എറിഞ്ഞതാണ്, വേണമെങ്കിൽ ചേട്ടൻ ആ കല്ല് കയ്യിൽ വെച്ചോ എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നിയത്. അവർ പെർമിഷൻ ഒന്നും ചോദിക്കില്ലല്ലോ, നുഴഞ്ഞ് കയറല്ലേ അങ്ങോട്ട് ജീവിതത്തിലേക്ക്. നിങ്ങൾക്കെന്താ തോന്നിയത്? എപ്പോ? ഇവിടെ നടന്ന ഈ ഡ്രാമയൊക്കെ കണ്ടിട്ട്? എനിക്കൊന്നും അറിയില്ല, മനസ്സിലായില്ല. പക്ഷെ റിയലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തു. എങ്ങനെ അറിയാനാ മാഷേ? ശരിയാണ്, ബുദ്ധിമുട്ടാണ് തിരിച്ചറിയാൻ പലതും. ചിലപ്പോൾ നമ്മൾ ഒരിക്കലും അറിഞ്ഞൊന്നും വരില്ല.